ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുന്നേൽപ്പള്ളി ഒരു സ്വതന്ത്ര ഇടവകയായി മാറിയതിന്റെ 50 വർഷങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. ജൂബിലി പതാക അനാവരണം ചെയ്തുകൊണ്ടും ഇടവകയിലെ മുതിർന്നവർ ചേർന്ന് തിരിതെളിച്ചുകൊണ്ടും ജൂബിലി വർഷത്തിന് ആരംഭം കുറിച്ചു. കുടുംബങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കുടുംബങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഒരുമിച്ച് ഭക്ഷിക്കാം എന്നതായിരുന്നു ആപ്തവാക്യം. ജൂബിലി വർഷത്തിന്റെ നിറവിൽ നിന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ കേവലം പതിറ്റാണ്ടുകൾക്കപ്പുറം നൂറ്റാണ്ടുകളുടെ ചരിത്രം തന്നെയുണ്ട് കുന്നേൽപ്പള്ളി രൂപീകൃതമായതിനു പിന്നിൽ. ആലങ്ങാട് സെന്റ് മേരീസ് ഇടവകയുടെ ഭാഗമായിരുന്ന കുന്നിൽ 16-ാം നൂറ്റാണ്ടിൽ തന്നെ കുരിശ് സ്ഥാപിച്ച് ഒരു ദേവാലയത്തിന് അടിസ്ഥാനമിട്ടിരുന്നു. പിന്നീട് 1851 അവിടെ ഒരു കപ്പേള നിർമ്മിച്ചു. നൂറ്റാണ്ടുകൾക്കിപ്പുറം ഉണ്ണീശോ കപ്പേള സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് ഉണ്ണീശോയുടെ ഒരു രൂപം കാണപ്പെടുകയും 19-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ കുന്നിലെ കപ്പേള ഒരിക്കൽ കൂടി പുനരുദ്ധരിക്കപ്പെടുകയും രൂപം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ഇതോടെ ഉണ്ണീശോയുടെ തിരുനാൾ ആഘോഷവും തുടങ്ങി. എല്ലാ വർഷവും 3 നോമ്പിന് ശേഷമാണ് കുന്നേൽ കപ്പേളയിൽ തിരുനാൾ ആഘോഷിച്ചിരുന്നത്. 1920-കളിൽ ഞായറാഴ്ചകളിലെ ദിവ്യബലിയർപ്പണം ആരംഭിച്ചതോടെ കുന്നേൽ കപ്പേള കുന്നേൽ പള്ളി എന്നറിയപ്പെടുവാൻ തുടങ്ങി. അക്കാലത്ത് ക്രൈസ്തവ കുടുംബങ്ങൾ കുന്നേൽ പള്ളിയുടെ പരിസരങ്ങളിൽ സ്ഥലം വാങ്ങി താമസം തുടങ്ങിയിരുന്നു. തുടർന്ന് പള്ളിയുടെ സമീപം ഒരു പള്ളിമേട പണിയുകയും പള്ളിക്ക് വൈദ്യുതി കണക്ഷൻ ലഭിക്കുകയും ചെയ്തു. കുന്നേൽ പള്ളിയുടെ പ്രഥമ നടത്തുവികാരിയായി 1969-ൽ ജോസ് മാഞ്ഞാലിയച്ചൻ നിയമിക്കപ്പെട്ടു. ആ കാലയളവിൽ താമരക്കപ്പേള നിർമ്മിക്കുകയും ഗായക സംഘവും സൊഡാലിറ്റിയും വിൻസെന്റ് പോൾ സൊസൈറ്റിയും രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് സ്ഥാനമേറ്റ കവലക്കാടച്ചന്റെ നേതൃത്വത്തിൽ പള്ളിയെ 6 യൂണിറ്റുകളായി തിരിച്ച് പ്രഥമ പാരിഷ് കൗൺസിൽ രൂപീകരിച്ചു. സെമിത്തേരി പണി കഴിപ്പിച്ചതും കുന്നിൽ നിന്നും നാനാഭാഗത്തേക്കുള്ള റോഡുകൾ നിർമ്മിച്ചതും ആദ്യമായി തമുക്ക് നിറച്ച പാക്കറ്റുകളായി നൽകാൻ തുടങ്ങിയതും ഈ കാലഘട്ടത്തിലാണ്. അങ്ങനെ 1976 മാർച്ച് 9-ന് കുന്നേൽ പള്ളിയെ ഒരു സ്വതന്ത്ര ഇടവകയായി ഉയർത്തിക്കൊണ്ട് ആന്റണി കവലക്കാടച്ചനെ പ്രഥമ വികാരിയായി നിയമിച്ചു. തുടർന്ന് വന്ന പോൾ കാലത്തുരുത്തിലച്ചന്റെ കാലത്ത് 1984 ഫെബ്രുവരി 13-ന് പുതിയൊരു ദേവാലയം നിർമ്മിച്ച് ആശീർവദിച്ചു. പിൽക്കാലത്ത് എഴുവച്ചെറിയിൽ ഒരു കപ്പേളയും നിർമ്മിച്ചു. 20-ാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ പുതിയൊരു വൈദിക മന്ദിരം നിർമ്മിച്ചു. ആ കാലയളവിൽ തന്നെയാണ് CSN സന്യാസ സമൂഹം ഇടവകയിൽ പ്രവർത്തനം ആരംഭിച്ചതും മഠം സ്ഥാപിച്ചതും. തുടർന്ന് വന്ന വൈദികരുടെ നേതൃത്വത്തിൽ ഒരു മതബോധന ഹാൾ പണിയുകയും പുതിയ കുരിശടി സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ ഗേറ്റിന് മുൻവശത്ത് ഒരു ഉണ്ണിക്കപ്പേളയും പുതിയ കൊടിമരവും സ്ഥാപിച്ചു. ഒപ്പം പരിശുദ്ധ ദൈവമാതാവിന്റെ ഒരു ഗ്രോട്ടോ നിർമ്മിക്കുകയും നിത്യാരാധന ആരംഭിക്കുകയും വാട്ടർ ടാങ്കും രൂപപ്പുരയും നിർമ്മിക്കുകയും ചെയ്തു. 2019-ഓടെ പുതിയ പള്ളിയുടെ നിർമ്മാണ തകരാറുകൾ മൂലം പള്ളി അടച്ചിടാനും തിരുക്കർമ്മങ്ങൾ പഴയ പള്ളിയുടെ മുമ്പിൽ ഷീറ്റിട്ട ഭാഗത്ത് നടത്തുവാനും തുടങ്ങി. പിന്നീട് ജോയ് കോലഞ്ചേരിയച്ചന്റെ കാലത്ത് പുതിയൊരു പള്ളി പണിയുവാൻ തീരുമാനിക്കുകയും അതിന്റെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. കാലക്രമേണ പള്ളി പൊളിച്ചു മാറ്റി 2025 ജൂൺ 29-ന് പുതിയ ദേവാലയത്തിന്റെ ശിലാസ്ഥാപനം നടന്നു. കേവലം ഒരു കുരിശടിയിൽ നിന്ന് ലക്ഷക്കണക്കിന് ആളുകൾ അഭയം പ്രാപിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമായി കുന്നേൽ പള്ളി വളർന്നു വന്നത് നൂറ്റാണ്ടുകളുടെ പാരമ്പര്യവും തലമുറകളുടെ വിശ്വാസവും ഉൾക്കൊണ്ടുകൊണ്ടാണ്. നന്ദി, നമസ്കാരം.